ആ ശബ്ദം പാവനനേ നിൻ സ്തുതികളല്ലാതെ പാടുവാനെനിക്കില്ലിനി ശബ്ദം പാവനനേ നിൻ സ്തുതികളല്ലാതെ പാരിലൻ ജീവിതം തീരും വരെയും പാടിടും ഞാൻ നിനക്കായി മാത്രം പാടിടും ഞാൻ നിനക്കായി മാത്രം പാടുവാനെനിക്കില്ലിനി ശബ്ദം പാവനനേ നിൻ സ്തുതികളല്ലാതെ ഒരു കണ്ണിനും ദയ തോന്നാതെ ഞാൻ നിരാശയിനടിത്തട്ടിലന്ന് ഒരു കണ്ണിനും ദയ തോന്നാതെ ഞാൻ നിരാശയിനടിത്തട്ടിലന്ന് കിടന്നഴലും നേരത്തു വന്നേ കരകയറ്റിയ നായക എന്നേശുവേ കരകയറ്റിയ നായക പാടുവാനെനിക്കില്ലിനി ശബ്ദം പാവനനേ നിൻ സ്തുതികളല്ലാതെ. ബ്രദർ മാത്യു ജോണുമായിട്ടുള്ള സംവാദം ഇവിടെ തുടരുകയാണ്. ഞാൻ മുമ്പ് പറഞ്ഞു അദ്ദേഹവുമായിട്ടുള്ള തൻ്റെ സംഗീത ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങൾ തനിക്ക് പങ്കുവെക്കാനുണ്ട്. അതിൽ ഒരുപാട് തമാശകൾ ഉള്ളതുണ്ട്. അതുകൂടാതെ മരണത്തിൻ്റെ വക്കോളം എത്തിയ സന്ദർഭങ്ങളുണ്ട്. വളരെ ഹൃദയസ്പർശികളായ ആ അനുഭവങ്ങളിലേക്ക് നമുക്ക് വീണ്ടും പോകാം. വീണ്ടും സ്വാഗതം. അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് ക്യാമ്പസ് ക്രൂസൈഡിൽ ചെല്ലുന്നതും അവിടെ തുടരുന്നതും ടാർഗറ്റ് 80 എന്ന് പറയുന്ന സംഗീത ഗ്രൂപ്പ് അത് തുടങ്ങുന്നു. അത് കുറച്ച് വർഷങ്ങൾ 1-2 വർഷം അല്ലേ, 1-2 വർഷം ആ ഒരു പേരിലാണ് മുന്നോട്ട് പോയത്. അത് തുടർന്ന് ഹാർട്ട് ബീറ്റ്സ് രൂപീകരിക്ക് തുടർന്ന് അങ്ങനെ ആ ഒരു അനുഭവങ്ങൾ ടാർഗറ്റ് 80 മുതലുള്ള ആ ഒരു അനുഭവങ്ങൾ പ്രോഗ്രാമിന് പോയ സന്ദർഭങ്ങളുണ്ടായ വളരെ അന്നത്തെ കാലഘട്ടത്തിൽ ദുഷ്കരമായ ഒരു കാര്യമായിരുന്നല്ലോ. വാഹനത്തിലാണ് അന്ന് ഇന്ത്യ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പോകുന്നത്. അന്നത്തെ യാത്രകളും അന്നത്തെ അനുഭവങ്ങളും പ്രോഗ്രാമിൻ്റെ ആ ഒരു കാര്യങ്ങളും ഒന്ന് അറിയാൻ. ഈ ഹാർട്ട് ബീറ്റ്സിനകത്ത് അല്ല, ഈ ക്യാമ്പസ് ക്രൂസൈഡിൻ്റെ മ്യൂസിക് ടീമായിട്ട് തുടങ്ങുന്നത് ഈ ടാർഗറ്റ് 80 ആയിട്ട് വന്നപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു ഇത്ര ആളുകളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരാളുണ്ടായിരുന്നു, ഞാനത് വിട്ടുപോയതാണ്. ഡോക്ടർ പ്രസാദ് ചെറിയാൻ, വലിയ കുഞ്ഞു ഉപദേശിയുടെ മകനായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനെയാണ് അന്ന് ടീമിൻ്റെ ചുമതല, അതൊരു മാനേജറായിട്ട് വെച്ചത്. അദ്ദേഹം പ്രസംഗിക്കുകയും ഞങ്ങൾ പാടുക, അദ്ദേഹമാണ് പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹമാണ് ഞങ്ങൾക്കൊരു ജീപ്പ് ഉണ്ടായിരുന്നു അന്ന്, ഇച്ചിരി വലിപ്പമുള്ള ഒരു ജീപ്പ്.
ആ ജീപ്പിലാണ് ഞങ്ങൾ യാത്ര ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ എക്യുപ്മെൻ്റ് അന്ന് അധികം ഒന്നുമില്ല, കുറച്ച് ജീപ്പിൻ്റെ മേളിൽ കെട്ടി വെക്കും, താഴെ ബാക്കി സ്പീക്കറും എക്യുപ്മെൻറ്റ്സ് അധികം ഒന്നും ഇല്ലല്ലോ അന്ന്. അപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. തിരുനെൽവേലിക്ക് ആദ്യത്തെ ട്രിപ്പ് പോകുന്നത്. അപ്പോൾ തിരുനെൽവേലിക്ക് ഞങ്ങൾ പോകുന്നത്. അതിന് മുമ്പ് പല പ്രാവശ്യം ഇത് എങ്ങനെ വേണം എന്നുള്ളത് 4-5 പ്രാക്ടീസ് ഓഡിയൻസ് വെച്ച് ഞങ്ങൾ പെർഫോം ചെയ്തൊക്കെ കാണിക്കുകയും പ്രസംഗിച്ച് എങ്ങനെയാണ് ഒരു പ്രോഗ്രാം സ്റ്റേജിലാകുന്നത് എന്നുള്ളത് കാണിക്കും. അങ്ങനെ ഞങ്ങൾ തിരുനെൽവേലിക്ക് വന്നു. തിരുനെൽവേലി അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു ഓഫീസുണ്ട് ക്യാമ്പസ് ഹുസൈൻ്റെ. അതല്ലാതെ CSI ഡയസിസ് ഉണ്ട്. അവിടുത്തെ ഡോക്ടർ ഡാനിയൽ എന്ന് പറഞ്ഞ അവിടുത്തെ ബിഷപ്പ്, അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലാണ് ഞങ്ങൾ. അവിടെ ഞങ്ങൾക്കൊരു സ്റ്റേയിങ് ഫെസിലിറ്റി ആണ് അവിടുന്ന്. അപ്പോൾ തിരുനെൽവേലി ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന പ്രോഗ്രാമിന് എല്ലാ ദിവസവും പോയിക്കൊണ്ടിരിക്കുക. ചിലപ്പോൾ അവിടെ ചെന്നിട്ട് ഓരോ സ്ഥലങ്ങളിൽ പോയി ചെന്ന് താമസിക്കും, അവിടുന്ന് പിന്നെയും പോവും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം കൂടുതലും തമിഴ് പാട്ടുകളാണ് പാടുന്നത്. തമിഴ് പാട്ടുകൾ പഠിച്ചു. പിന്നെ ടൈറ്റസ് ഒത്തിരി അക്കോർഡിയൻസ് ടൈറ്റസ് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. തമിഴിനായതുകൊണ്ട് അദ്ദേഹം നല്ല ചില പാട്ടുകൾ പറഞ്ഞു തരും. മിച്ചറിയൻ സാറ് എന്ന് പറയുന്ന നമ്മൾ ഈ അനുഗ്രഹത്തിൻ്റെ അദ്ദേഹം ചെയ്ത ചില തമിഴ് പാട്ടുകൾ അതൊക്കെ എന്നെ ടൈറ്റസ് ഓൺ ദ വേയിൽ പഠിപ്പിക്കും. അതെല്ലാം സ്റ്റേജിൽ പാടും. അങ്ങനെയാണ് ഞങ്ങൾ. അരമാലകളിൽ ഈ മറ്റ് ഭാഷാ പാട്ടുകൾ പഠിക്കുമ്പോഴും പാടുമ്പോഴും ബുദ്ധിമുട്ടുകൾ തോന്നിയിട്ടുണ്ടോ? അത് സ്വാഭാവികമായിട്ട് നമ്മുടെ ലാംഗ്വേജ് അല്ലല്ലോ. അപ്പോൾ തമിഴ് എന്ന് പറയുന്നത് മലയാളമായിട്ട് അല്ലാതെ ഞാൻ ഗാനമേളയ്ക്ക് തമിഴ് പാട്ടുകൾ വരുന്ന പാടും. അതുകൊണ്ട് തമിഴ് ഒരു വലിയ പ്രശ്നമല്ല, തമിഴ് അങ്ങനെ പാടുന്നു. അപ്പം നമ്മൾ തിരുനെൽവേലി, തൂത്തുക്കുടി ഇങ്ങനെയല്ല കോസ്റ്റൽ ഏരിയ. തിരുനെൽവേലി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തിരുനെൽവേലി അല്ല അധികം ഇല്ല, പക്ഷേ തൂത്തുക്കുടി എന്നൊക്കെ പറയുന്നത് മുഴുവൻ കോസ്റ്റൽ ഏരിയ ഒക്കെയാണ്. അപ്പോൾ അവിടെയൊക്കെ പോയി ഞങ്ങൾ അങ്ങനെ ഒരു മാസം 1.5 മാസത്തോളം ആ പ്രോഗ്രാം അറേഞ്ച് ചെയ്തു. അപ്പം ഇടയ്ക്കിടയ്ക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങളുടെ ലീഡേഴ്സ് ആയിട്ടുള്ളവരും വരും. അപ്പം ഞങ്ങളിങ്ങനെ എല്ലാ ദിവസവും പകലല്ല ഇങ്ങനെ ട്രാക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ അവിടുത്തെ ലോക്കലി ചർച്ച് മെമ്പേഴ്സിനെ ഇൻവോൾവ് ആക്കി അവരത് കൊടുക്കും. പിന്നെ വൈകിട്ട് നമുക്ക് ഏതെങ്കിലും പബ്ലിക് മീറ്റിംഗ് ഒക്കെ നടക്കും. അങ്ങനെ ഒരുപാട് ചർച്ചസിൽ ഇങ്ങനെ അതെൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ എക്സ്പീരിയൻസ്. ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല. അങ്ങനെ പോയിട്ട് ഒരു മാസം റെഗുലറായിട്ട് എല്ലാ ദിവസവും ചെയ്യാം. അപ്പോൾ സൺഡേസൊക്കെ ആണെങ്കിൽ രാവിലെ അവിടെ തിരുനെൽവേലിയിലേക്ക് വലിയ വലിയ ചർച്ചുകളാണ്. 1,500-2,000 പേരൊക്കെ കൂടുന്ന ചർച്ച. അപ്പോൾ അവിടെ രാവിലെ സർവീസിനോട് ചേർന്നുള്ള പാട്ടുകൾ, പിന്നെ വൈകിട്ട് അവിടെ പബ്ലിക് പ്രോഗ്രാം. അങ്ങനെയാണ് ഒത്തിരി ക്രൗഡിനെ നമ്മൾ ഡെയിലി ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാലും അന്ന് അത്ര പ്രോപ്പറായ സൗണ്ട് സിസ്റ്റവും നമ്മുടെ കയ്യിലില്ല. എന്നാലും അത് മതി. അന്ന് ഇത്ര നോയ്സി അല്ല, അത്ര ശബ്ദമില്ല. അതുകൊണ്ട് ആ സൗണ്ട് സിസ്റ്റം കൊണ്ടൊക്കെ നമുക്ക് നടത്താം. അങ്ങനെ പോവാം. പല ലോകത്തെ അനുഭവങ്ങളെല്ലാം. ഒരു ദിവസം ഇങ്ങനെ പകൽ ഞങ്ങൾ കോസ്റ്റൽ ഏരിയയിൽ ട്രാക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ചെയ്ത് ഞങ്ങളും കൂടെ പോകും. അപ്പോൾ അവിടെ ചർച്ച് മെമ്പർ ആരോ ഒരാൾ ഒരു ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുക. അവിടെ ഈ കമലഹാസൻ നിൽക്കുന്നു, അവിടെ ഉണ്ടെന്ന് ഇയാളെ ആ ട്രാക്റ്റെല്ലാം അവിടെ ഇട്ടേച്ചു ഓടിച്ചിട്ട് ആ പുള്ളിയുടെ കാലെ പോയിട്ട് ഞങ്ങൾ നിന്ന് കാണുക. ഇയാൾ ഇതെല്ലാം അങ്ങ് വിട്ടു, തമിഴിനാണ്. അണ്ണാന്നൊക്കെ പറഞ്ഞ് പുള്ളി കാലേ പോയി. അപ്പോൾ അന്നേരം സഭയുടെ അച്ഛൻ ഇവനെ വിളിച്ച് വഴക്കൊക്കെ പറഞ്ഞു, ഇനി അങ്ങനെയൊന്നും കാണിക്കരുത്, നമ്മൾ അവർക്കെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറയുന്നത്, നീ അപ്പം എന്തിനാ അവൻ്റെ കാലേ പോയി വീണത് എന്നൊക്കെ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടു. അത് അങ്ങനെ രസകരമായ ഈ ആളുകളുടെ ആറ്റിറ്റ്യൂഡൊക്കെ. എന്നാൽ വളരെ വല്ലാത്ത ചില അനുഭവങ്ങളുണ്ട്. ഞങ്ങൾ തിരുനെൽവേലിയിലൊരു ബാപ്റ്റിസ്റ്റ് ചർച്ചിലോ മറ്റോ ആണ് വൈകിട്ടൊരു വലിയ പ്രോഗ്രാം നടക്കുക. അവരുടെ മുറ്റത്ത് സ്റ്റേജൊക്കെ ഇട്ട് ലൈറ്റെല്ലാം വെച്ച് നല്ലൊരു വലിയ സ്റ്റേജൊക്കെ ഇട്ട് അതിലിങ്ങനെ ദരിയൊക്കെ വിരിച്ച് വെച്ച് ഞങ്ങൾ പെർഫോമൻസ് എല്ലാം കഴിഞ്ഞ് അവിടെ വൈകിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പള്ളിക്കകത്തും പിന്നെ നമ്മൾ വണ്ടിയിൽ സാധനങ്ങളൊക്കെ കയറ്റി വെച്ച് ഞാൻ സ്റ്റേജിലും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഉറങ്ങുക. അപ്പോൾ അങ്ങനെ ഉറങ്ങി. അപ്പം ഞങ്ങൾ 5-8 പേരുണ്ട്. അപ്പം ഞങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂടൊക്കെ കാരണം ഞങ്ങൾ ഈ സ്റ്റേജിൻ്റെ മേളിൽ കയറി കിടന്നുറങ്ങുക. സ്റ്റേജിൻ്റെ മേളിൽ കയറി കിടന്നുറങ്ങുമ്പോൾ അങ്ങ് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് കിടന്നു. രാവിലെ എഴുന്നേറ്റ് അപ്പോൾ അവിടെ ഇങ്ങനെ വയലിലൊക്കെ ഇഞ്ചം വെച്ച് ഇങ്ങനെ വെള്ളം അടിക്കുന്നത്, അവിടെയൊക്കെ പോയി ഞങ്ങൾ കുളിച്ചു. അങ്ങനെ നല്ല രസമായൊരു ഞങ്ങൾ കുളിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും വന്ന് അടുത്ത സ്ഥലത്തോട്ട് പോകാൻ തുടങ്ങും. അപ്പോൾ
അവിടെ അങ്ങനെ പോകാനായിട്ട് തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്ന് വെച്ച് ഇഡ്ഡലിയോ എന്തൊക്കെ വെച്ച് ഞങ്ങളിങ്ങനെ മാറി കസേര ഇട്ട് ഇങ്ങനെ കഴിക്കുന്നു. അപ്പോൾ സ്റ്റേജ് ഇങ്ങനെ പള്ളിയുടെ സ്റ്റേജ് ആളുകൾ അഴിക്കുക, ഇങ്ങനെ അഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആളുകളെല്ലാം അങ്ങോട്ട് ഓടുക, 4 വശത്തോട്ടും ഓടുക. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പേടിച്ച് നമ്മൾ എഴുന്നേറ്റ് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ സ്റ്റേജിൻ്റെ കീഴ് നമ്മൾ കിടന്നിറങ്ങിയ സ്റ്റേജിൻ്റെ കീഴ് ഒരു വലിയ മൂർഖൻ ഇങ്ങനെ ചുറ്റിയിരിക്കുക. അത് കണ്ട് പേടിച്ച് അതിന്റെ മുകളിലാണ് അതിന് മേളിൽ രാത്രിയിൽ ഞങ്ങൾ കിടന്ന് ഉറങ്ങുക. അത് പിന്നെ ആ ഒരു പേടി ചെറിയ സൈസൊന്നും അല്ലായിരുന്നു, വലിയ സൈസ് ഒരു മൂർഖൻ പാമ്പ്. അതിന് അല്ല ഞാൻ പറയാം, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതുപോലെ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിന് പല സ്ഥലത്തും ഈ സീ ഫുഡൊക്കെ ഒത്തിരി അതൊക്കെ ആയിരിക്കും വല്ലതും തരുന്നതൊക്കെ വൈകിട്ടൊക്കെ കഴിച്ച് മിക്കവാറും എല്ലാവർക്കും അങ്ങ് വയറ്റിലസുഖവും പ്രശ്നങ്ങളും ഒക്കെയാണ്. പക്ഷേ എന്നാലും പകലൊക്കെ റെസ്റ്റൊക്കെ എടുത്ത് വൈകിട്ട് എല്ലാവരും അങ്ങനെ 1.5 മാസത്തോളം അവിടെ തിരുനെൽവേലിയുടെ വിവിധ സ്ഥലങ്ങളിലായിട്ട് അവിടുത്തെ പല വില്ലേജുകളുടെ പേര് നസ്രത്ത്, ന്യൂ യെറുശലേം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പല പല പേരിലാണ് അറിയപ്പെടുന്നത്. അവിടുത്തെ ഒരു നല്ല ക്രിസ്ത്യൻ കോൺഗ്രിഗേഷൻസ് ഒക്കെ ഉള്ള സ്ഥലമുണ്ട്. പക്ഷേ എല്ലാവരും നല്ല സ്വരുമയായി സമാധാനമായി കഴിയുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഞങ്ങൾ CSI ഡയസിസിൻ്റെ ആണെങ്കിലും അത് കൂടാതെ ഈ കാത്തലിക്സിൻ്റെ അവർക്ക് അന്ന് എല്ലാവരുമായിട്ട് നല്ല കോപ്പറേറ്റ് ചെയ്ത് മ്യൂസിക് ടീം ആയതുകൊണ്ട് അവർ പ്രയോജനപ്പെടുത്തും. ഓക്കെ, അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങൾ പോകുന്നത്. പിന്നെ തിരുനെൽവേലിയിൽ ആ മീറ്റിങ്ങുകൾ 1.5 മാസം കഴിഞ്ഞ് തിരിച്ച് പിന്നെ ബാംഗ്ലൂരിൽ വരുന്നത്. ബാംഗ്ലൂരിൽ വന്ന് 10-15 ദിവസം കഴിയുമ്പോഴത്തേക്ക് പിന്നെ കേരളത്തിലേക്ക് ആദ്യത്തെ ഈ ടാർഗറ്റ് ആദ്യം വരിക, നമ്മൾ പോയിട്ട് ഇങ്ങനെ വരിക. അപ്പോൾ എനിക്കൊരു പേടി, ഞാനിങ്ങനെ വലിയ ഓർക്കസ്ട്രയിലൊക്കെ പാടിയ ആൾ. അപ്പോൾ അത് കഴിഞ്ഞേച്ച് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു ചെറിയ സെറ്റപ്പുമായിട്ട് വരുമ്പോൾ എന്ത് ആൾക്കാരെങ്ങനെ അതിനെ എടുക്കുമെന്നുള്ളത് അങ്ങനെ ഒരു ആദ്യം അത് 78 അവസാനം 79 ആയിട്ടങ്ങ് വെച്ചു. അപ്പോൾ അതൊരു ക്രിസ്മസ് സീസണൊക്കെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങളിവിടെ വന്നു. തിരുവനന്തപുരം എല്ലാ ഡിസ്ട്രിക്റ്റിലും സ്റ്റാഫ് ഉള്ളതുകൊണ്ട് അങ്ങനെ അറിഞ്ഞു. ഇപ്പോൾ കോട്ടയത്ത് വന്നപ്പോൾ എനിക്കൊരു ചെറിയ പേടി. എൻ്റെ ഈ ആർട്ടിസ്റ്റുകളെല്ലാം പലരും ഉണ്ട്, അവരെല്ലാം വന്ന് ഇത് കേൾക്കുകയൊക്കെ ചെയ്ത് നമ്മളെ കളിയാക്കുമായിരിക്കും. പണ്ട് എന്നോട് പറയുമായിരുന്നു, ഈ പള്ളിപ്പാട്ടൊന്നും പാടിയാൽ രക്ഷപ്പെടുകയില്ല, അല്ലാതെ ഉള്ള പാട്ടൊക്കെ പാടിയാൽ എന്തെങ്കിലും ഗുണമുണ്ടാകത്തുള്ളൂ എന്നൊക്കെ പറയും. അതുകൊണ്ട് എന്തായിരിക്കും അപ്രോച്ചൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് കോട്ടയം വന്ന് യെറുശലേം മാർത്തോമ ചർച്ച് എന്ന് വലിയ ചർച്ച കോട്ടയം ടൗണിനകത്ത്. അപ്പോൾ അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ. അപ്പോൾ എനിക്കതിനൊരു പേടി. എൻ്റെ ഈ കൂട്ടുകാരെല്ലാം അവിടെ വരും. അപ്പം പലരും അവന് എല്ലാവരും അറിഞ്ഞു. അപ്പം അവിടെ ഞങ്ങൾ പ്രോഗ്രാം നടത്തി. അപ്പോൾ ഞാൻ പാടിയിരുന്ന ഓർക്കസ്ട്രയിലുള്ള പല ആളുകളുമൊക്കെ അവിടെ വരികയും കേൾക്കുകയും ഓക്കെ ഇവരുടെ ക്രിറ്റിസിസം എന്താകുമെന്ന് എനിക്ക്. പക്ഷേ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് സാക്ഷിയൊക്കെ പറഞ്ഞ് ടെസ്റ്റിമണിയെല്ലാം ഈ മെസ്സേജും എല്ലാം കഴിഞ്ഞപ്പം നമ്മൾ മിണ്ടാതെ അവിടെ നിൽക്കുക. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഈ സെക്കുലർ ഫീൽഡിൽ വായിക്കുന്ന പലരും അവിടെ വന്നിട്ടുണ്ട്. അവർ വന്നിച്ച് എന്നോട് പറഞ്ഞു, മതിയൊന്ന് നീ മറ്റതുപോലെയല്ല, നീ ഒരുപാട് മാറ്റങ്ങൾ കണ്ടിട്ടുണ്ട്, എന്തും മനോഹരമായിരിക്കുന്നത്. അപ്പം ഞാനത് എന്നെ കളിയാക്കാൻ പറയാം. പക്ഷേ എന്നെ കളിയാക്കുകയല്ല എന്നോട്. ഞാൻ കളിയാക്കരുത്, ഇങ്ങനെ എന്തൊരു സുഖമാണ് ഇത് കേൾക്കാനായിട്ട്, എന്തൊരു നല്ല. അപ്പം ഞാനിങ്ങനെ പല കാര്യങ്ങൾ ഓർത്തു. ഒന്നെങ്കിൽ നമ്മളുടെ പ്രാക്ടീസ് കൊണ്ട് നല്ലത്, പ്രാക്ടീസ് ഒത്തിരി ഉണ്ടെങ്കിൽ അത് നന്നായിരിക്കും. പക്ഷേ ഞാനതല്ല, ദൈവം കൃപ ചെയ്ത് ദൈവം വളരെ ശക്തമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ചെറിയൊരു ഓർക്കസ്ട്ര ആണെങ്കിലും അതിൻ്റെ അകത്തും ദൈവം ഭയങ്കരമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പരിവർത്തനം അതിൽ ഉണ്ടായിരുന്നു. അത് അങ്ങനെയാണ് ആദ്യത്തെ കേരളത്തിലെ അത് ഏകദേശം ജനുവരിയോടുകൂടി കഴിഞ്ഞു. ജനുവരി അവസാനം ഫെബ്രുവരി തുടങ്ങുന്നതിന് മുമ്പ് നമ്മളത് തീർത്തു. പിന്നെ ബാംഗ്ലൂരിലേക്ക് പിന്നെ എനിക്ക് തോന്നുന്നു ഹാർട്ട് ബീറ്റ്സ് സ്റ്റാർട്ട് ചെയ്ത സന്ദർഭം മുതലാണെന്ന് തോന്നുന്നു കുറച്ചും കൂടെ എസ്റ്റാബ്ലിഷ് ആയിട്ട് പ്രോഗ്രാമുകൾ വരികയും കുറച്ചുകൂടെ ജനങ്ങളുടെ ഇടയിലേക്ക് ശ്രദ്ധിക്കപ്പെടാനും ഇടയായെന്ന് എനിക്ക് തോന്നുന്നു. അത് അന്നേരത്തേക്ക് കാര്യങ്ങൾ മാറിയായിരുന്നു. സൗണ്ട് സിസ്റ്റം, ഹെവിയായ സൗണ്ട് സിസ്റ്റം കൊണ്ടുവന്നു. പിന്നെ മ്യൂസിഷ്യൻസ് പലതും മാറി. അപ്പോഴേ സണ്ണി ചിറയൻകീഴ് വരുന്നു, രാജൻ കോര വരുന്നു. അപ്പം നമ്മൾ എക്യുപ്മെൻ്റ് എല്ലാം മാറി. പിന്നെ വേറൊരു ലെവലിലേക്ക് കാര്യങ്ങൾ വന്നു. അങ്ങനെയാണ് അത് ഹാർട്ട് ബീറ്റ്സിൻ്റെ.
ഹാർട്ട് ബീറ്റ്സിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, ഒരുപാട് അനുഭവങ്ങൾ. ഹാർട്ട് ബീറ്റ്സിൻ്റെ കാലത്തിൽ ഹാർട്ട് ബീറ്റ്സായി തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയത് ഈ വെസ്റ്റ് ബംഗാളിനൊക്കെയാണ് പോയത്. ആദ്യമായിട്ട് വെസ്റ്റ് ബംഗാൾ, അവിടെ ഒരു റെക്കോർഡിങ്ങും ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സ്റ്റുഡിയോ, ഒരു ക്രിസ്ത്യൻ സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ അവിടെ റെക്കോർഡിങ് ചെയ്യുക, പിന്നെ ഒരു മാസം പ്രോഗ്രാം കൽക്കട്ട, ഇങ്ങനെ ബാറ്റാനഗർ, ടാറ്റാനഗർ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ജാംഷഡ്പൂർ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഒരുപാട് പ്രോഗ്രാംസ് ആയിരുന്നു. അത് ഒരു മാസത്തോളം റെക്കോർഡിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വെച്ച് പിന്നെ ബംഗാളി. അപ്പോൾ അന്ന് ബംഗാളിയിൽ നിന്ന് നമുക്കൊരു സിംഗറേയും കൂടെ കിട്ടി, സുവജിത് നാഥ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരെല്ലാം അന്ന് അവരുടെ വീട്ടിൽ എൻ്റെ ചേട്ടൻ ഈ സ്റ്റീൽ ഗിറ്റാർ എന്ന് പറഞ്ഞ ഒരു ഗിറ്റാറിൻ്റെ പ്ലെയറായിരുന്നു. പിന്നെ അദ്ദേഹം വന്ന് സുവജിത് നാഥ്, നല്ല സിംഗറായിരുന്നു. കുറേ നാൾ ഹാർട്ട് ബീറ്റ്സിൽ സുവജിത് നാഥും ഉണ്ടായിരുന്നു, ബംഗാളിയായിരുന്നു. അദ്ദേഹം നന്നായി പാടുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം പോയി. അപ്പം ആ സമയത്തൊക്കെ ആ കൽക്കട്ടയിൽ ഒക്കെ വെച്ച് നമ്മുടെ പല പാട്ടുകളും ഈ ആട്ടിടയ, നിശയുടെ നിശബ്ദതയിൽ, പിന്നെ മനുജ നീ മറക്കരുത്, ഇങ്ങനെയൊക്കെയുള്ള പാട്ടുകളെല്ലാം ബംഗാളിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. പിന്നെ ആ പാട്ടിടയും നിശയുടെ നിശബ്ദതയൊക്കെ ഞാൻ തന്നെ പാടിയിരുന്നു. പിന്നെ സുവജിത് നാഥ് പാടിയിരുന്നത് മനുജ നീ മറക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനത്തെ കുറേ പാട്ടുകൾ സുവജിത് നാഥ് പാടുമായിരുന്നു. അങ്ങനെ കുറേ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു വർഷം ചിൽവാനം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതങ്ങനെ കൽക്കട്ടയിൽ ഉള്ള പ്രോഗ്രാം. അത് അവിടുന്ന് യാത്ര ചെയ്ത കരുണാപുരം എന്ന് പറഞ്ഞ സ്ഥലം. കരുണാപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് ബോർഡർ. അപ്പോൾ അവിടെ ഞങ്ങൾ പ്രോഗ്രാമിന് പോകുമ്പോൾ അവിടെ പോലീസ് സാങ്ഷൻ വേണം. അവിടെ നമുക്ക് നമ്മുടെ സ്റ്റാഫുണ്ട്. പക്ഷെ അവർ പറഞ്ഞു, നിങ്ങൾ 7 മണിക്ക് അകത്ത് പ്രോഗ്രാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെ പറഞ്ഞു വിടണം. 7 മണി. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ബോർഡർ ആയതുകൊണ്ട് എന്തോ ഈ ഡെക്കോയ്സിൻ്റെ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. അവർ ബോംബിങ്ങും പരിപാടിയൊക്കെ ഉണ്ട് വൈകിട്ട്. അപ്പോൾ അതുകൊണ്ട് 7 ആകുമ്പോഴത്തേക്കും നിർത്തി 8 മണിക്ക് മുമ്പ് സൈലൻ്റ് ആയിരിക്കണം. നിങ്ങൾ അതിന് മുമ്പ് എവിടെയാണെന്ന് വെച്ചാൽ പോയിക്കോണം 7 മണിക്ക്. അപ്പം നമ്മൾ 5 മണിയാകുമ്പോഴത്തേക്കും തൊട്ടേ അങ്ങനെയായിരുന്നു അവിടുത്തെ. അത് കഴിഞ്ഞ് പിന്നെയും പല പ്രാവശ്യം കൽക്കട്ടയിൽ പോയിട്ടുണ്ട്. കൽക്കട്ടയിലെ ഏറ്റവും പ്രമുഖമായിരിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസംബ്ലീസ് ഓഫ് ഗോഡിന് ഒരു വലിയ പ്രസ്ഥാനമാണ്. അവർ ഞങ്ങളെ ടേക്ക് കെയർ ചെയ്ത് പിന്നെ അടുത്ത രണ്ടാമത്തെ ഒരു ട്രിപ്പിന് പോയപ്പോൾ അവിടെ പ്രോഗ്രാംസ് ഉണ്ട്. ഡോക്ടർ ബണ്ടൈൻ എന്ന് പറയുന്ന ഒരാൾ, ഒരു യൂറോപ്യന്, അദ്ദേഹം എന്ന് സ്ഥാപിച്ചത് ആ പ്രസ്ഥാനം. ഒരുപാട് കോളനികളിൽ ഭക്ഷണം കൊടുക്കാൻ. അപ്പോൾ അവർ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ടേക്ക് കെയർ ചെയ്ത് ഞങ്ങൾക്ക് കുറച്ച് പ്രോഗ്രാം പിന്നെ വേറൊരു ട്രിപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതാണ് ഞങ്ങളുടെ ഹാർട്ട് ബീറ്റ്സ് ആയിട്ടുള്ള ആദ്യം പോയത്. പാടിക്കൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് ആരെങ്കിലും, അന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് സിംഗേഴ്സിന് ഒത്തിരി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, അവരെ സ്വാധീനിക്കാൻ കഴിയുന്ന വ്യക്തിത്വങ്ങളാണ് സിനിമാ നടന്മാർ, സിംഗേഴ്സ്, ഇങ്ങനെയൊക്കെ ഉള്ളവർ. അപ്പോൾ ആ കാലഘട്ടത്തിൽ പാടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ നിന്നും വലിയ ഒരു എന്താ പറയുന്ന ഒരു അപ്രിഷ്യേറ്റ്, എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്? നമ്മൾ ഈ അവിടെ ചെന്ന് ഇപ്പം ഹാർട്ട് ബീറ്റ്സിൻ്റെ ആദ്യത്തെ ട്രിപ്പ് ബംഗാളിലോട്ടാണ് വെച്ചു, കൽക്കട്ടയിൽ ചെന്ന് ഈ പാട്ടുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക. അപ്പോൾ റെക്കോർഡിംഗ് ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ട്രാൻസ്ലേഷൻ ഉണ്ട്. ഇത് പഠിക്കണം, പഠിച്ച് പാടുക. അപ്പോൾ പല സ്ഥലത്തും ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒന്നും സംസാരിക്കുന്നില്ല. അപ്പം നമ്മൾ ഈ പാട്ട് ബംഗാളി പാടുന്നുണ്ട്. അപ്പം സുവജിത് നാഥ് എന്ന് പറഞ്ഞ ആളും പാടുന്നുണ്ട്, ഞാനും പാടുന്നുണ്ട്. അപ്പം സുവജിത് നാഥ് ബംഗാളിയിൽ അവരോട് സംസാരിക്കുന്നു. എന്നോട് വന്ന് വല്ലവരും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്നും പറയുന്നില്ല. അപ്പം ആളുകൾ വിചാരിച്ചെങ്കിൽ ഇവന് വലിയ ഗമയാണ്, ഇവന് ബംഗാളിയിൽ പാടിയിട്ട് ബംഗാളി അല്ല അറിയാം. എന്നെ കണ്ടാലും ഒരു ബംഗാളി, മലയാളികളെ കണ്ട ബംഗാളി പോലെ. അപ്പോൾ അതുകൊണ്ട് ഇവന് വലിയ ഗമയാണ്, സുവജിത് ഇവന് വലിയ ഗമയായിരിക്കും ആ പാട്ടുകാരന്. അവന് എന്ന് അപ്പം അയാൾ ബംഗാളിയല്ല, അയാൾ മലയാളിയാണ്. അയാൾ ബംഗാളി നമ്മുടെ ലാംഗ്വേജ് പഠിച്ച് പാടുക എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ ആളുകൾ അങ്ങനെ ഒരു ഈ പാടിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും അപ്രിസിയേഷൻ അങ്ങനെ ആ രീതിയിൽ ആൾക്കാരിൽ നിന്നൊരു പ്രതികരണം പെട്ടെന്ന് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ പല സന്ദർഭം. അത് എന്നും പ്രോഗ്രാമല്ലേ. അതായത് ഒരു വർഷം ഒരു 250-200 ഇടയ്ക്ക് ഒരു ഈ 10 വർഷം ചെയ്തുകൊണ്ടിരിക്കുക.
എന്ന് പറഞ്ഞാൽ അതുപോലെ ധാരാളം പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനിടയ്ക്ക് ആളുകൾ ഇങ്ങനെ വരും, ഓരോ തരത്തിലുള്ള ഒരിക്കലും എന്നോട് പറഞ്ഞ എൻ്റെ ഓർമ്മയിലുണ്ട്, പാടിക്കൊണ്ടിരുന്നപ്പം പൈസ കൊണ്ടുവന്ന്. അത് വാസ്തവത്തിൽ കർണാടകത്തിൽ വെച്ച് സംഭവിക്കുന്നു. കർണാടകത്തിൽ ഈ ഹൂബ്ലി എന്ന് പറയുന്ന സ്ഥലം, ഹൂബ്ലി, ധാർവാർ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ, ബെൽഗാം, ഇതൊക്കെ നോർത്ത് കർണാടക സ്ഥലം. അപ്പോൾ അവിടെ ഹൂബ്ലി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹൂബ്ലിയിൽ ഞങ്ങൾ കർണാടകത്തിലെ പ്രോഗ്രാം, നോർത്ത് കർണാടകത്തിലെ പ്രോഗ്രാം. അപ്പോൾ ഹൂബ്ലി എനിക്കൊരു പാട്ടുണ്ടായിരുന്നു, ഹണി കെബ്രാൾ എന്ന് പറയുന്നൊരു വലിയൊരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹം മരിച്ചുപോയി. അവിടുത്തെ ഒരു ബൈബിൾ കോളേജിൻ്റെ പ്രിൻസിപ്പാളായിരുന്നു. ഈ ഇടയ്ക്ക് മരിച്ചു. അതേ കഴിഞ്ഞ് നന്നബാൾ ദീപിക എളി എണ്ണ മുഖിരിതേ, നമ്മുടെ എനിക്കൊന്ന് എൻ്റെ ഒരു സൊഹിയോ എന്ന് പറഞ്ഞ കാസറ്റിലെ ഒരു പ്രധാനപ്പെട്ട പാട്ടായിരുന്നു. അപ്പോൾ അതെഴുതിയ, അപ്പോൾ അത് ഞാനിങ്ങനെ പാടുന്നുണ്ട്. അപ്പം ആശീർവാദ് എന്ന് പറയുന്ന മറ്റൊരു സിംഗറോട്, അപ്പോൾ കർണാടകത്തിൽ നിന്ന് ഞങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ട് ആശീർവാദ്. അപ്പോൾ ആശീർവാദ് ഉണ്ട്. അപ്പോൾ അവൻ ഹൂബ്ലിക്കാരനാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ ചർച്ചാണ് അത്, അവൻ്റെ ഇൻഫ്ലുവൻസിലൊക്കെ വലിയൊരു ക്രൗഡ് വന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ നിന്ന് പാടുക. ഞാൻ പാടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിന് ഞാൻ കണ്ണടച്ചൊന്ന് ഇങ്ങനെ പാടുക. അപ്പോൾ എന്തോ എൻ്റെ മേത്ത് അതിൻ്റെ തൊടുന്ന പോലെ തോന്നി. ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കിന് ഒരു പയ്യൻ ഇങ്ങനെ എൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ഒരു 2 രൂപ കൊണ്ടുവന്ന് ഒരു സേഫ്റ്റി പിൻ വെച്ച് എൻ്റെ ഇവിടെ കുത്തുക. 2 രൂപ ഇങ്ങനെ കുത്തുക. അപ്പോൾ ഞാനിങ്ങനെ അത് കണ്ടിട്ട് പിന്നെ ഞാനിങ്ങനെ എൻ്റെ പാട്ടിനൊരു ഡിസ്റ്റർബൻസ് ആയി. അപ്പോൾ എന്നാലും ആ പാട്ട് അങ്ങ് പാടി അത് തീരുന്ന സമയത്തായിരുന്നു സംഭവിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാനിങ്ങനെ മൈക്കൊക്കെ വെച്ച് എല്ലാവരോടും പറഞ്ഞ പാട്ടിന് 2 രൂപ കിട്ടിയിട്ടുണ്ട്. അത് പയ്യന് ഇഷ്ടപ്പെട്ടു കേട്ടോ, അവൻ്റെ 2 രൂപ അത് വെച്ചോ പോക്കറ്റിൽ വെച്ചോ എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുന്ന ചുമ്മാ എന്നെ കളിയാക്കുക. അപ്പം എനിക്ക് തോന്നി എന്തിനായി ഇങ്ങനെ 2 രൂപ കൊണ്ടൊന്ന് കുത്തി എന്നെ കളിയാക്കിയ പോലെ എനിക്കും തോന്നി, കൂടെ നിൽക്കുന്നവരും കളി. അപ്പം അത് ആളുകൾ ചിരിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഞാനിങ്ങനെ പറ്റുക അത് ഞാൻ ആശീർവാദിനോട് ഇങ്ങനെ പറഞ്ഞു, ആശീർവാദം വളരെ മോശമായിപ്പോയി, ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ആളുകൾ, എന്തിനാ ഇങ്ങനെ. ഞാനും അങ്ങനെ ചിന്തിക്കുന്നത്, എൻ്റെ കൂടെയുള്ളവരും എന്നെ പരിഹസിക്കുക. അപ്പോൾ ആശീർവാദിന് ഭയങ്കര ദേഷ്യം. ആശീർവാദിന് എന്നെ ഒത്തിരി സ്നേഹിക്കുകയും റെസ്പെക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. അതാണ് നാളെ അവൻ വരട്ടെ, നാളെ ആ ചെറുക്കൻ വരുമായിരിക്കും അവന്. അപ്പോൾ കണ്ടിന്യൂസ് അവിടെ ആ ദിവസങ്ങളിൽ പ്രോഗ്രാം ഉണ്ട്. ആ 3 ദിവസം അവിടെ 3 ദിവസം പ്രോഗ്രാം. അപ്പോൾ പിറ്റേ ദിവസം അവൻ വരുമായിരിക്കും, നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പിറ്റേ ദിവസം ഇങ്ങനെ പോകുക. അപ്പം അതിലൂടെ വരെ എനിക്ക് പ്രയാസമുണ്ട്, എന്നെ ഫുള്ളാക്കിയെന്നു എന്ന് എനിക്കൊരു ധാരണ. അപ്പോൾ ഞാനിങ്ങനെ ഒന്നും പകലെല്ലാം കഴിഞ്ഞ് വൈകിട്ട് പ്രോഗ്രാമിന് പിന്നെ അവിടെ ചെന്നു. അപ്പം അന്നും എന്നോട് ആളുകൾ പറഞ്ഞു, ഈ നന്നവാള ദീപിക ഒന്നുകൂടെ പാടുന്നത് നല്ലൊരു പാട്ട്, അതേ നന്നായി ട്യൂൺ ചെയ്തിരിക്കുന്നു, നല്ലൊരു ഓർക്കസ്ട്രയിലാണ് അത് പാടുന്നത്. അങ്ങനെ ഒത്തിരി ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു, അങ്ങനെ ഒത്തിരി പ്രാവശ്യങ്ങളിൽ കാര്യങ്ങൾ ഉണ്ടായി കാണുമല്ലോ, പാടിയ പാട്ടുകൾ പിന്നെയും പാടിക്കുക എന്നുള്ള ഒരുപാട് പ്രാവശ്യം. നന്നവാള ദീപിക എന്ന് പറഞ്ഞാൽ ഞാൻ 4 കന്നഡ പാട്ടുകളെ പാടുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് ഇത് പ്രധാനപ്പെട്ട പാട്ടാണ്, ഭയങ്കര നല്ല ലിറിക്സുമാണ്. അപ്പോൾ അതുകൊണ്ട് ആ പാട്ട് പിന്നെ പിറ്റേ ദിവസം പാടണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, പിറ്റേ ദിവസം പാടി വേറൊന്നുമില്ല എന്നൊരു ആ നിലയാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ്. അങ്ങനെ ഞാനിങ്ങനെ സ്റ്റേജിൽ വന്ന് അവിടെ ഓർക്കസ്ട്ര റെഡിയെ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് അങ്ങനെ ഞാൻ കണ്ട് ഈ ചെറുക്കൻ വന്ന് അവിടെ നിൽക്കുന്ന ഈ ആളുകളുടെ കൂട്ടത്തിൽ ഒത്തിരി പേര് ഇരിക്കുന്നു. എൻ്റെ അവിടെ ഇങ്ങനെ ഞാൻ ആശീർവാദം അവനാ എൻ്റെ മേത്ത് കൊണ്ടുവന്ന് വെച്ചാൽ 2 രൂപ കുത്തിയത്, അവനാ നിൽക്കുന്നവനാന്ന് പറഞ്ഞു. അപ്പോൾ ആശീർവാദ് പെട്ടെന്ന് ആശീർവാദിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവിടുത്തെ അവരോട് പറഞ്ഞു, അവനെയും വിളിച്ചോണ്ട് അവനൊക്കെ അങ്ങനെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇവർ പോയി അവനെ വിളിച്ചോണ്ട് പുറകെ വന്നു. അവനെ പുറകെ വന്ന് വെച്ചാൽ അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവരോട് ചോദിക്കുന്നു. അപ്പം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഞാനൊന്നും പോയില്ല, അവരോട് ചോദിച്ചില്ല. കഴിഞ്ഞ് ആശീർവാദം വന്ന് കയറി സ്റ്റേജിൽ ഇരിക്കുകയും ചെയ്തു. അവരെല്ലാം പോയി, പയ്യനെ മുന്നേ പോയി. അപ്പം ഞാൻ ആശീർവാദം എന്നാന്ന് വെച്ചു, അത് ബ്രദറെ, അത് അവന് ഈ അമ്മ കൊടുത്തു വണ്ടിക്കൂലിയാണ്. 2 രൂപ. നിങ്ങളുടെ പാട്ട് ഇഷ്ടപ്പെട്ടിട്ട് അവൻ്റെ അതേ ഉള്ളൂ. അവൻ 10-16 കിലോമീറ്റർ നടന്നു പോവുക. ഈ പൈസ അവൻ്റെ കയ്യിൽ അന്നേരം അതേ നിങ്ങൾക്ക് തരാനുള്ളത്. പാട്ട് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്തതാണ്. അതെന്തോ അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ട്. ഞാൻ ഒരു ദിവസം ഞാൻ ആ വെറുപ്പ് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നത്, അത് ശരിയായില്ല. എന്നേക്കാൾ എത്രയോ നല്ലവനാ ചെറുക്കൻ. ഞാൻ അവൻ്റെ മുമ്പിൽ വെറും കുഞ്ഞാകുകയായിരുന്നു. അനുഭവങ്ങൾ ഇവിടെ കഴിയുന്നില്ല.
ഒരുപാട് ഇനിയും അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ദുഃഖ സന്തോഷ സമ്മിശ്രമായ അനുഭവങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി.